ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് വിശേഷം നമുക്ക് നോക്കാം. ഇന്ന് ഞാൻ ആദ്യം പ്രീ മാർക്കറ്റിംഗ് അനലൈസിൽ ഞാൻ ഇന്നൊരു ഷോർട്ട് പൊസിഷൻ തന്നെയായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു ലെവല് ഞാൻ വിചാരിച്ച് ബ്രേക്ക് ചെയ്യും. സെൻസെക്സ് ഈ ഒരു ലെവല് 82,555 ബ്രേക്ക് ഔട്ട് ചെയ്ത് നല്ലൊരു പോസിറ്റീവ് മൂമെൻ്റ് ആയിരിക്കും ഇന്ന് എന്ന് എനിക്ക് തോന്നി. ഫസ്റ്റ് എനിക്ക് മൂമെൻറ്റിൽ അങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ ആദ്യം ഓക്കെ ബ്രേക്ക് ഔട്ടിൻ്റെ ഈ ഒരു അറ്റത്തെത്തിയപ്പോഴത്തേന് എന്നാൽ ശരി ഒരു ബൈ എൻട്രി എടുക്കാം. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഒരു ഷോർട്ട് എൻട്രി ആയിരുന്നു. ഇന്നലെ അതേപോലെ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നതും. അപ്പോൾ ബൈ എൻട്രി എടുക്കാമെന്ന് കരുതിയാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ആ സമയത്ത് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ എല്ലാം ഒരു വീക്ക് ക്യാൻഡിൽസ് ആയിരുന്നു ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് പിന്നെ ഒരു കൺഫ്യൂഷനായി. അപ്പോൾ എന്തായാലും ലോസ് ബുക്ക് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ ആദ്യം വിചാരിച്ചിരുന്ന എൻ്റെ പ്ലാൻ തന്നെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ ആ കോൾ ഓപ്ഷൻ ഞാൻ അപ്പം തന്നെ കളഞ്ഞിട്ട് ഞാനൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ സ്ട്രിക്റ്റ് ഒരു സ്റ്റോപ്പ് ലോസും അതേപോലെ തന്നെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ പിന്നെ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേനാണെങ്കിൽ എങ്ങനെയോ നല്ലൊരു ഫോൾ ഇന്നുണ്ടായി. അപ്പോൾ ഞാനിന്ന് എക്സ്പെക്റ്റ് ചെയ്ത പോലെ മാർക്കറ്റ് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വലിയൊരു മൂവ്മെൻ്റ് ഒന്നും ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഏകദേശം ഒരു മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ടാർഗറ്റ് അച്ചീവ് ആയപ്പോൾ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഈ ഒരു ലെവലിൽ എൻ്റെ ടാർഗറ്റ് ഞാനിവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എൻട്രി എടുത്ത പൊസിഷൻ കുറച്ച് ഈ ഒരു പൊസിഷനിലായിരുന്നു ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്രേക്ക് ഔട്ട് വെയിറ്റ് ചെയ്ത് ഞാൻ എൻ്റെ പൊസിഷൻസ് കാണിച്ചു തരാം. ഇന്ന് അതൊരു 3000 ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഞാൻ 2 കോൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു സെൻസെക്സിലും ബാങ്ക് നിഫ്റ്റിയിലും. അത് ഞാൻ അപ്പോൾ തന്നെ എന്നിട്ട് എക്സിറ്റ് ചെയ്തു. എൻ്റെ ആദ്യത്തെ പ്ലാനിൽ തന്നെ ഞാൻ തുടരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ പിന്നെ പുട്ട് ഓപ്ഷനിലോട്ട് പോയത്. എന്നിട്ട് ഞാൻ അത്യാവശ്യം നല്ലൊരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ആയിരുന്നു വെച്ചിരുന്നത്. 1:1 എന്നുള്ള രീതിക്കായിരുന്നു ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു 2000 ലോസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു സ്വിങ് ട്രേഡ് ഒന്ന് ട്രൈ ചെയ്തതായിരുന്നു. ഒരു സ്കാൽപ്പിംഗ് ഒന്ന് ട്രൈ ചെയ്തതായിരുന്നു. പക്ഷേ വേണ്ടായിരുന്നു. ഒരു 200 ക്വാണ്ടിറ്റീസ് എടുത്തിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്തായിരുന്നു. പക്ഷേ അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ സ്റ്റോപ്പ് ലോസ് 10 പോയിൻ്റ് ആയിരുന്നു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ 10 പോയിൻ്റ് അപ്പം തന്നെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി ഞാൻ പിന്നെ ചിന്തിച്ചിട്ടില്ല. എന്തായാലും നാളെ മുതൽ ഞാൻ പിന്നെ ഇനി ഈ ആഴ്ചയിൽ എനിക്ക് ഫസ്റ്റ് ട്രേഡ് ഫുള്ള് ലോസ് പറഞ്ഞാൽ ഞാൻ ഈ സ്കാൽപ്പിംഗ് ട്രൈ ചെയ്യണോണ്ടാണ്. എന്തായാലും നാളെ തൊട്ട് ഞാൻ ഇനി സ്കാൽപ്പിംഗ് ഇനി ട്രൈ ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ദിവസമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ എൻട്രി എടുത്തിരുന്നപ്പോൾ 250 ആയിരുന്നു നമ്മുടെ സെൻസെക്സ്. ഇപ്പോൾ 600 അടുപ്പിച്ചിട്ടുണ്ട്. നിയർലി 200% പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ. പക്ഷേ നമുക്ക് എന്നും മാർക്കറ്റ് ഇങ്ങനെ ആയിരിക്കത്തില്ല. പക്ഷേ ഇങ്ങനെ വരുന്ന ദിവസം ഹോൾഡ് ചെയ്യണമായിരുന്നു. പക്ഷേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ എനിക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തലേ ദിവസം പ്രോഫിറ്റ് ഉള്ള ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഹോൾഡ് ചെയ്യണം. എന്നിട്ട് റിവേഴ്സിൽ വരികയാണെങ്കിൽ ഇതിൽ എക്സിറ്റ് ചെയ്യണം. നമ്മുടെ ബ്രേക്ക് ഈവനിൽ എക്സിറ്റ് ചെയ്യണം എന്നൊക്കെയായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ എനിക്ക് ഇത്രയും പ്രോഫിറ്റ് കിട്ടിയിട്ട് പിന്നെ അത് പോകുമ്പോൾ ഉള്ള വിഷമം കാരണം ഞാൻ പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നില്ല. എന്നാലും കുഴപ്പമില്ല. ഞാൻ പിന്നെ വേറെ ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ട്രേഡ് ഹിറ്റ് അടിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു ലെവലിൽ ബ്രേക്ക് ഔട്ട് വന്ന ഉടനെ ഒരു ട്രേഡ് എടുത്താലോ എന്ന് വിചാരിച്ചു. പക്ഷേ പാസ്റ്റിൽ കുറേ ബാഡ് മൂമെൻറ്റ്സ് കാരണം ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ട, എന്തിന് അത്യാവശ്യം കാണിക്കുന്നത്, അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയാലോ. എൻ്റെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൽ കൂടുതൽ ട്രേഡ് എടുത്ത് ഞാൻ വഷളാക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഇന്ന് വേറെ ട്രേഡൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രേഡിംഗ് വിശേഷം. നാളെ എന്തായാലും നമ്മൾ ഒന്ന് ലോങ് ആയിട്ടൊന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ഫോളാണ് വന്നിരുന്നത്. നാളെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു അത്യാവശ്യം നല്ലൊരു ഫോള് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കാം. ഓവറോൾ മാർക്കറ്റ് കുറച്ച് സ്ട്രെങ്ത് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു റേഞ്ചിൽ നിന്ന് കളിക്കാനായിരിക്കും മാർക്കറ്റ് ശ്രമിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെയാണ് കാണുന്നത്. അതേപോലെ തന്നെ സെൻസെക്സിൽ നോക്കുകയാണെങ്കിലും
അങ്ങനെ തന്നെയാണ് കാണുന്നത്. പക്ഷേ നാളെ ഒരു ഗ്യാപ്പ് അപ്പാണ് വരുന്നതെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് നല്ലൊരു മൊമെൻറ്റം കാണാൻ പറ്റും. പക്ഷേ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഞാൻ ഷോർട്ട് പൊസിഷൻ ആയിരിക്കും നോക്കുന്നത്. നിഫ്റ്റിയിലും ഏകദേശം ആ ഒരു മൊമെൻറ്റം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു റേഞ്ചിൽ നിന്ന് കളിക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാം നാളെ എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നതെന്ന്.